ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്റർ BA മൾട്ടിമീഡിയ സ്റ്റുഡൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കായിട്ട് നമ്മുടെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രിയേറ്റീവ് ഡിസൈനിലെ ചില ടോപ്പിക്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എക്സാം അടുത്തു. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സെഷൻ മാത്രമാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മളിന്ന് നോക്കുന്നത് എന്താണ്, ഫോക്കാട്ട് എന്താണെന്നാണ്. അപ്പോൾ ഫോക്കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഡെഫിനിഷനായി പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കാട്ട് refers to the art produced by indigenous cultures and peasants, characterized by a naive style that conveys cultural heritage and community values. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടിൻ്റെ കൾച്ചറും കമ്മ്യൂണിറ്റിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന നമ്മുടെ തനതായ ഒരു ആർട്ട് രീതിയെയാണ് നമ്മൾ ഫോക്ക് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് which reflect the cultural identity, tradition, social history of community. നമ്മുടെ ചരിത്രങ്ങൾ, നമ്മുടെ നാടിൻ്റെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൻ്റെ ചരിത്രങ്ങൾ, നമ്മുടെ കൾച്ചറുകൾ, നമ്മുടെ ട്രഡീഷൻ, ഇതൊക്കെ കാണിക്കുന്ന ആർട്ടിനെയാണ് നമ്മൾ ഫോക്ക് ആർട്ട് എന്ന് പറയുന്നത്. പലരും ഫോക്ക് ആർട്ട് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഫോക്ക് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഫോക്ക് ഡാൻസ് എന്നൊക്കെ പറയുന്നത് ഫോക്ക് ആർട്ടിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഫോക്ക് ആർട്ട് എന്ന് പറയുമ്പോൾ ഫോക്ക് ആർട്ടിനെ പറ്റിയാണ് എഴുതേണ്ടത്, അല്ലാതെ ഫോക്ക് ഡാൻസിനെ പറ്റിയല്ല എഴുതുന്നത്. ഇപ്പോൾ ചില എക്സാം പേപ്പറിലൊക്കെ എന്താണ് നാടോടി നൃത്തം പോലെയുള്ള കലാരൂപങ്ങൾ, തെയ്യം ഒക്കെ എഴുതി കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫോക്ക് ആർട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്ക് ആർട്ടിൻ്റെ സിമ്പിളായിരിക്കും, ഡയറക്റ്റായിട്ട് അല്ലേ, നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തരം ആർട്ടാണ്. കളറുകളൊക്കെ നല്ലോണം ഉപയോഗിക്കുന്ന, ഡെയിലി ജീവിതവും അവരുടെ ഫോക്ലോർ ഒക്കെ കാണിക്കുന്ന, വിശ്വാസങ്ങൾ, മിത്ത്, ലെജൻസ് തുടങ്ങിയതൊക്കെ വളരെ എക്സ്പ്രസ് ചെയ്യുന്ന, അതായത് നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ മിത്ത്, ലെജൻസിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടാണ്. ട്രഡീഷണൽ ടെക്നിക്സും മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആർട്ടുമാണ് എന്താണ് ഫോക്ക് ആർട്ട് എന്ന് പറയുന്നത്. ഫോക്ക് ആർട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാവണം എന്നില്ല അല്ലേ, സാധാരണക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതൊക്കെ എന്താണ് ഫോക്ക് ആർട്ടാണ്. അപ്പം അതിൽ ഫോക്ക് ആർട്ടിൽ പെയിൻറ്റിങ്, ടെക്സ്റ്റൈൽസ്, കാർവിങ്, പോട്ടറി, സെറാമിക്സ്, മെറ്റൽ വർക്ക്, ജ്വല്ലറി, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഫോക്ക് മ്യൂസിക്, ഡാൻസൊക്കെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ചുറ്റുവട്ടം ഒരുപാട് ഫോക്ക് ആർട്ടിന് എക്സാമ്പിൾസ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടാണ് മധുബാനി, അതുപോലെ പട്ടചിത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഫോക്ക് ആർട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷനാണ്, അല്ലെ, കമ്മ്യൂണിറ്റിയുടെ ലൈഫ്, വാല്യൂസ്, ഐഡൻറ്റിറ്റി ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. ദെൻ ഡെയിലി ലൈഫ് അത് കാണിച്ചു തരിക. റിച്വൽസ്, സെറമണീസ് ആൻഡ് ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണെന്ന് മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫോക്ക് ആർട്ട് മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ട്രഡീഷനും കൾച്ചറൊക്കെ മനസ്സിലാക്കിയാലേ എന്താണ് എളുപ്പത്തിൽ ആർട്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നും ഫോക്ക് ആർട്ട് നിലനിൽക്കുന്നുണ്ട്. പഴയ കാലത്തിൻ്റെ ആർട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഴയ കാലം മുതൽ ഇപ്പോഴും ഫോക്ക് ആർട്ട് ഓരോ കമ്മ്യൂണിറ്റിയിലും ഒരേതായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഫോക്ക് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ടേക്ക് കെയർ.